പ്രിയപ്പെട്ട ഉമ്മ രാവിലെയും വൈകുന്നേരവും അവനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയുണ്ട്. പ്രിയമുള്ളവരെ, ഭിന്നശേഷിക്കാരായ കുട്ടികളെ വളർത്തുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ശയ്യാവലംബരായി കിടക്കുന്ന പ്രിയപ്പെട്ട വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളെ നോക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ സഹോദരിമാരും പ്രിയപ്പെട്ടവരും, അവർ അനുഭവിക്കുന്ന വേദന, പ്രയാസപ്പെടുന്ന കുട്ടികളെ ദൈനംദിനം ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും അവരെ പരിചരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, അവരുടെ മുമ്പിലൊക്കെ ശരിക്കും നമ്മൾ തലകുനിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ഷാമിൽ മോൻ, അവൻ വളരെ ചെറിയ കുട്ടിയായ സമയത്ത് അവൻ ഓടിയും ചാടിയും ഒക്കെ നടന്നതായിരുന്നു. ആകസ്മികമായി അവന് കടന്നു വന്ന ഈ അസുഖം അവനെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. ആ തളർത്തലിൽ നിന്ന് അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ ശ്രമം നമ്മളെല്ലാവരും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ കൂട്ടായ്മ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. 2 കോടിയോളം രൂപ ഇതിലേക്ക് സമാഹരിക്കുന്ന ആ ധന്യമുഹൂർത്തത്തിലേക്ക് കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ട ഷാമിൽ മോൻ പഠിച്ച CH മുഹമ്മദ് കോയ മെമ്മോറിയൽ യുപി സ്കൂളും അതിന്റെ ഭാഗമാവുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളോട് ആരോടും ഞങ്ങൾ ഈ സഹായത്തിന് വേണ്ടി പറഞ്ഞിട്ടില്ല. പ്രധാനപ്പെട്ട കാരണം, പ്രിയപ്പെട്ട അവരുടെ പിതാക്കൾ, ഇവിടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകൾ എല്ലാവരും ഈ ഷാമിൽ മോന് വേണ്ടി പല വിധത്തിലായി സഹായിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ സ്റ്റാഫ് കൗൺസിൽ കൂടുകയും ആ സ്റ്റാഫ് കൗൺസിൽ കൂടി ഒരു വലിയ സംഖ്യ സഹായിക്കണമെന്നുള്ള ഒരു ദൗത്യവുമായി, ഒരു കർമ്മ പദ്ധതിയുമായി, കടപ്പാട് കർത്തവ്യമായി ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. വളരെ കുറഞ്ഞ ദിവസവും ഞങ്ങൾ അധ്വാനം, തെരുവിൽ ഞങ്ങൾ പാട്ടുപാടി, ബസ്സുകളിൽ ഞങ്ങൾ കയറി, ഓഫീസുകളിൽ ഞങ്ങൾ കയറി, ഓട്ടോ തൊഴിലാളികളെയും ബസ് തൊഴിലാളികളെയും മറ്റെല്ലാവരെയും, എല്ലാ മേഖലയിലുള്ളവരെയും ഞങ്ങൾ കണ്ടപ്പോൾ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് പല മെസ്സേജുകളും വോയിസുകളും വന്നു. അധ്യാപകർ ഇങ്ങനെയുണ്ടോ എന്നൊരു ചോദ്യം. പ്രിയപ്പെട്ട കുട്ടിക്ക് വേണ്ടി അധ്യാപകർ ഇങ്ങനെ തെരുവിലിറങ്ങി കഷ്ടപ്പെടുന്നത് കണ്ടപ്പോ 100 രൂപ തരുന്ന ആളുകൾ സത്യത്തിൽ 500 രൂപ വരെ തന്നിട്ടാണ്, വഴിക്ക് പോയ ഒരു അറബി വരെ 1000 രൂപ തന്നു എന്നാണ് അത്ഭുതമുള്ളത്. പ്രിയമുള്ളവരെ, പ്രിയപ്പെട്ട ബംഗാളി സുഹൃത്തുക്കളുടെ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ, അവരോട് കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഹിന്ദിയിലൊക്കെ പറഞ്ഞ സമയത്ത് അവരും അകമഴിഞ്ഞ് സഹായിച്ചു. അങ്ങനെ ഞങ്ങളെടുത്ത ഈ ദൗത്യം ഇവിടെ പൂർത്തിയാവുകയാണ്. വളരെയധികം ചാരിതാർത്ഥ്യവും സന്തോഷവും ഇതിലുണ്ട്. പ്രിയപ്പെട്ട അധ്യാപകരെല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. അധ്യാപകരുടെ ഐഡന്റിറ്റി കാർഡ് വരെ ചോദിച്ചിട്ടുണ്ട് ആളുകൾ. കാരണം ഇത് അധ്യാപകർ വ്യാജമാണോ എന്ന് കരുതുന്നതിന് വേണ്ടി. അങ്ങനെ ആളുകൾ ആകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. ബസ്സിലെ കണ്ടക്ടർമാർ, ഡ്രൈവർമാർ, അവർ തന്നെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹായിക്കാൻ വേണ്ടി പറഞ്ഞ ആ വല്ലാത്ത മുഹൂർത്തം ഞങ്ങൾ അത്ഭുതപ്പെടുത്തിയിരുന്നു. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത്, ഇത് നമ്മൾക്ക് കിട്ടിയ ഒരു വെല്ലുവിളിയായിരുന്നു. ആ വെല്ലുവിളിയെ നമ്മൾ ആദരമേറ്റെടുത്തു. അത് അതിന്റെ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അതിൽ പ്രിയപ്പെട്ട ഷാമിൽ പഠിച്ച സ്കൂളായ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ യുപി സ്കൂളും അതിന്റെ ഭാഗമായി തീരുന്നു. എന്റെ കടമ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം പറയുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ട, ചാരിറ്റി പ്രവർത്തനത്തിൽ എന്നും നമ്മോടൊപ്പം നിൽക്കുകയും ഇതിന്റെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിപ്പിടിക്കുവാൻ വേണ്ടി അതിന് അമരക്കാരനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഷമീർ കുന്നമംഗലം, ഹൃദ്യമായ സ്വാഗതം കൊണ്ടപ്പുറം CH മുഹമ്മദ് കോയ മെമ്മോറിയൽ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ PTA പ്രസിഡന്റ് ഷിഹാബ് കുഞ്ഞിനും ഏറെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രിയപ്പെട്ട മുഹമ്മദ് അലി മാസ്റ്റർ, ഈ സമിതിയുടെ കൺവീനറാണ് പ്രിയപ്പെട്ട മുഹമ്മദ് അലി മാസ്റ്ററെയും ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ വേദിയിൽ വന്നിട്ടുള്ള
പ്രിയപ്പെട്ട നമ്മുടെ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരായ ഉണ്ണിമൊയ്തീൻകുട്ടി, ഹരീന്ദ്രബാബു, മുജീബ് വള്ളിക്കാടൻ, PTA വൈസ് പ്രസിഡന്റ് കൂടിയാണ് ഈ മുണ്ടക്കുളം CS മുഹമ്മദ് കോയ മെമ്മോറിയൽ UP സ്കൂളിന്റെ. അസ്ലം ഷർഖാൻ, ഷാഹുൽ അമീദ് വൈസ് പ്രസിഡന്റാണ് നമ്മുടെ PTA-യുടെ. അതുപോലെ എല്ലാവരെയും, അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, കുട്ടികൾ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ ശിഹാബ് കുഞ്ഞലത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളും സ്വീകരിക്കുകയും ചെയ്തു. അധ്യക്ഷന്റെ നമുക്ക് ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ പ്രധാന അധ്യാപകൻ സലാം മാസ്റ്റർ, നമ്മുടെ ഈ പരിപാടിയുടെ മുഖ്യ അതിഥി, ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനദണ്ഡങ്ങൾ കണ്ടെത്തിയ സമീർ സാഹിബ് കുന്നമംഗലം, വേദിയിലുള്ള ഈ ചാരിറ്റിയുടെ കൺവീനർ പ്രിയ അധ്യാപകൻ മുഹമ്മദ് അലി മാസ്റ്റർ അടക്കം, ഉണ്ണിമൊയ്തീൻ സാഹിബ്, അസ്ലം ഷർഖാൻ, മുജീബ് വള്ളിക്കാടൻ, ഷാഹുൽ അമീദ്, ഹരീന്ദ്രബാബു, പ്രിയപ്പെട്ട അധ്യാപകരെ, വിദ്യാർത്ഥികളെ, മുണ്ടക്കുളം CHK UP സ്കൂൾ ഞാൻ പലപ്പോഴും ഇവിടെ വെച്ച് പറയാറുണ്ട്, നമ്മൾ വേറിട്ട ഒരു സ്കൂളാണ്. മറ്റു സ്കൂളുകൾക്ക് മാതൃക ആയിട്ടുള്ളവരാണ് നമ്മൾ. ഇവിടെ നമ്മുടെ സാമൂഹികമായ ചികിത്സയുമായി മുതുവല്ലൂർ പഞ്ചായത്തും വെളിമണ്ണ പഞ്ചായത്തും തൊട്ടടുത്ത എല്ലാ പഞ്ചായത്തുകളും, വിശിഷ്യ മലപ്പുറം ജില്ല തന്നെ സാമൂഹികമായ ചികിത്സക്കും വേണ്ടി പഴക്കമായി ടൂർണമെന്റുകളും പഞ്ചായത്തുകളൊക്കെ അതിനു വേണ്ടി അനൗൺസ് ചെയ്യുന്ന സമയത്താണ് നാം ഇവിടെ ഉള്ളത് എന്ന് നമുക്കറിയാം. നമ്മുടെ മുമ്പിൽ വലിയൊരു ലക്ഷ്യമുണ്ട്. 3 കോടി രൂപ എന്ന് പറയുന്ന ചില്ലറ കാശല്ല, അത് കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുണ്ടക്കുളത്ത് ഒരുമിച്ച് കൂടിയ ഒരു ജനകീയ സമിതിയിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സംരംഭത്തിന് നമ്മൾ തുടക്കം വെച്ചത്. അതിനുശേഷം നമ്മൾ സമീർ സാഹിബ് വന്നു. ആ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ നേതൃത്വം കൊടുത്തോടു കൂടി പുതിയ ഉണർവ് ഈ വിഷയത്തിൽ നമുക്കുണ്ടായി എന്നത് വിസ്മരിക്കാൻ പറ്റാത്ത ഒരു സത്യമാണ്. അതിന്റെ നമ്മളൊരു പങ്ക്, ഈ പങ്കിന് പ്രത്യേകതയുണ്ട്. എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ, ഈ സ്കൂളിലെ അധ്യാപകരെ ഞാൻ പലപ്പോഴും ഇവിടെ അഭിമാനത്തോട് പറയാറുണ്ടെങ്കിലും അതിലപ്പുറം 1000 വൃത്തമുള്ള അഭിമാനത്തോടെ കൂടി പറയാണ്. ഒന്നിന്റെ ഒരു പ്രിയ ശിഷ്യന്റെ ചികിത്സയ്ക്ക് വേണ്ടി തെരുവിൽ പാടാൻ തയ്യാറായ എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ ഈ നാട്ടുകാർക്ക് വേണ്ടി, ഈ രക്ഷിതാക്കൾക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി അഭിനന്ദിക്കുകയാണ്. കാരണം ചില്ലറ കാര്യമല്ല. ഒരു തെരുവ് പാട്ടുകാരനെ പൊതുവെ നമ്മളൊക്കെ പോകുമ്പോൾ കാണുന്ന ഒരു മനോഭാവമുണ്ട്. നമ്മളൊക്കെ പോകുമ്പോൾ തെരുവിൽ പാടുമ്പോൾ അവർക്ക് ചില നാണയത്തുട്ടുകൾ കൊടുത്തിട്ട് അവരെ സഹായിക്കും എന്നതിലപ്പുറം പലരും അവരെ പുച്ഛത്തോടു കൂടി നോക്കിക്കാണുന്ന പല ആളുകളും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ആ പുച്ഛമൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞങ്ങൾ ഷാമിൽ മോന്റെ ചികിത്സക്ക് ഞങ്ങളോട് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാനുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ തെരുവിലേക്ക് ഇറങ്ങിയത്. ആ തെരുവിലേക്ക് ഇറങ്ങിയതിന്റെ സാക്ഷാത്കാരം ഒരു സ്കൂളിനും ഇതുവരെ സംഘടിപ്പിക്കാൻ കഴിയാത്ത വലിയൊരു തുക ഈ ഷാമിൽ മോഹൻ ചികിത്സാ സമാജ സമിതിയെ അല്പസമയത്തിനകം ഏൽപ്പിക്കാൻ പോവുകയാണ്. ഞാൻ അഭിനന്ദിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ. കാരണം അവര് തെരുവിൽ പാടി മാത്രമല്ല ഇട്ടത്, അവരുടെ ശമ്പളത്തിന്റെ വലിയൊരു പങ്ക് അതിലേക്ക് ഡൊണേഷൻ ചെയ്തുകൊണ്ടാണ്, സ്വയം പോക്കറ്റിൽ നിന്ന് എടുത്തു വെച്ചിട്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയെന്ന മാതൃകാ പ്രവർത്തനം കൂടെ ഈ പരിപാടിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഈ സ്കൂളിലെ 750 വരുന്ന 800ഓളം വരുന്ന വിദ്യാർത്ഥികളുടെ
പ്രതിനിധിയായിട്ടുള്ള PTA എല്ലാവിധ ഈ നാട്ടുകാരുടെ ഇവിടുത്തെ മുണ്ടക്കുളത്തെ ജനപ്രതിനിധികളുടെ എല്ലാവരും മുൻപിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞു നമ്മളെ കുട്ടികളോട് ഒരു വീട് വെക്കുകയാണ്. അപ്പൊ പറഞ്ഞു വേണ്ട, കാരണം നമ്മളെ കുട്ടികളൊക്കെ പല ഭാഗത്തും കൊടുത്തിട്ടുണ്ട്, ഇത് ഞങ്ങൾ ശ്രദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, പ്രിയപ്പെട്ട കുട്ടികൾ നിൽക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട അധ്യാപകരെ ഒരിക്കൽ കൂടെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ നിറഞ്ഞ ഒരു കയ്യോടെ കൂടി CHI കൈമുട്ടി സ്കൂളിലേക്ക് കൃത്യമായി സേവനം ചെയ്യും. പ്രിയപ്പെട്ട ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ, ഈ ചടങ്ങിൽ സ്വാഗതം ഭാഷണം നടത്തിയ കഴിഞ്ഞ 3-4 ദിവസമായി മക്കളൊക്കെ നല്ല മിടുക്കന്മാരാണെന്നാ പറഞ്ഞു. നല്ല മെമ്മറിയുള്ള കുട്ടികളാണോ? ആണോ? കേട്ടില്ല? ഞാൻ പറയുന്ന കാര്യം ചെയ്യോ? ഉറപ്പാ? എല്ലാരും കൈ ഇങ്ങനെ വെച്ചേ, എല്ലാരും കൈ വെച്ചേ. മെമ്മറി ഉണ്ടോ നോക്കട്ടെ. കൈ ഇങ്ങനെ വെച്ചേ. ഒന്നുകൂടെ കൈ ഇങ്ങനെ 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 മൂക്ക് തൊട്ടെ. എവിടെ തൊട്ടെ? ഒന്നുകൂടെ കേട്ടാ, തെറ്റാൻ പാടില്ലേ. കൈ ഇങ്ങനെ. ചുണ്ടുമ തൊട്ടെ. ഈ വലിയ പോരാട്ടത്തിന് ഉജ്ജ്വലമായി നേതൃത്വം കൊടുത്ത് കഴിഞ്ഞ 3 ദിവസമായി ഞാൻ ഒരു മനുഷ്യനെ ജനകീയ കമ്മിറ്റി ഓഫീസിൽ തേടി നടന്നു. എല്ലാ ദിവസവും ഓഫീസിലേക്ക് വരാനുള്ള നല്ല വെളുവെളുത്ത ചാമ്പക്ക നിറമുള്ള ഒരു പ്രിയപ്പെട്ട മനുഷ്യൻ. ആ മനുഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാ? സലാം മാസ്റ്റർ. പലപ്പോഴും ജനകീയ കമ്മിറ്റി ഓഫീസിലേക്ക് വരുമ്പോൾ കാണുന്ന ആ പ്രിയപ്പെട്ടവനെ കഴിഞ്ഞ 3 ദിവസമായി ജനകീയ കമ്മിറ്റി ഓഫീസിൽ കാണാറില്ല. സൈലൻസ്. ആ പ്രിയപ്പെട്ട നിങ്ങളുടെ അധ്യാപകൻ എവിടെയായിരുന്നു എന്നറിയോ? എനിക്ക് തോന്നുന്നത് ഇന്നലെ രാത്രി 11 മണിക്ക് നമ്മൾ കിടക്കുന്ന സമയത്തും നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ പ്രിയപ്പെട്ട ഷാമിൽ മോൻ, 14 വയസ്സുള്ള പ്രിയപ്പെട്ട പൊന്നുമോൻ, പണമില്ലാത്തതിന്റെ പേരിൽ ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഓരോ എല്ലുകളും നുറങ്ങുന്ന സമയത്ത്, ആ പ്രിയപ്പെട്ടവന്റെ ശരീരം തളരുന്ന സമയത്ത്, നമ്മളൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോ ഉമ്മാന്റെ കയ്യിൽ നിന്ന് ബാഗ് എടുത്ത് നമ്മുടെ ശരീരത്തിലേക്ക് ഘടിപ്പിച്ചു പോരുമ്പോ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ, ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉമ്മ ജാസ്ര എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമ്മ ടീച്ചർ ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ബെൽറ്റ് കുടുക്കി ബൈക്കിൽ കയറ്റി പ്രിയപ്പെട്ട ഇസ്സത്ത് സ്കൂളിലേക്ക് കൊണ്ടുപോകുന്ന ആ വല്ലാത്ത സങ്കടം നിറഞ്ഞ ആ സങ്കടം പുറത്തു വന്നപ്പോ തന്റെ ഇമേജ് മാറ്റിവെച്ചുകൊണ്ട്, ഈ സ്കൂളിന്റെ ഇമേജ് മാറ്റിവെച്ചുകൊണ്ട് അധ്യാപകരെ കുറിച്ചുള്ള ഒരു പൊതുവെയുള്ള ചൊല്ലെന്ന് പറയുന്നത് സ്കൂള് വീട്, അതിനപ്പുറത്തേക്കില്ല. ഇന്നലെ കുന്നമംഗലത്ത് നിന്ന് എനിക്ക് എന്റെ സുഹൃത്ത് അയച്ചു തന്നൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുക. നമ്മൾ മത്സ്യ മാർക്കറ്റിലൊക്കെ കച്ചവടം ചെയ്യുന്ന, അല്ലെങ്കിൽ മിഠായി തെരുവിലൊക്കെ നമ്മൾ കച്ചവടം കാണില്ലേ, അതേപോലെയുള്ള ഒരു വീഡിയോ. ആരറിയോ? ആരാ ആര്? ആ സാറെ പേരെന്താ? ഈ മുഖാരിന് 2 സാർമാരില്ലേ? ഒരു സാറ് പേര് ആദിൽ സാറും പിന്നെ
രണ്ട് മാഷന്മാർക്കും നിങ്ങൾ കൈയടിച്ച്. അത് ഇന്നലെ നടന്ന സംഭവം. അതിന്റെ 2 ദിവസങ്ങൾക്ക് മുമ്പേ കുറ്റിക്കാട്ടൂർ ആനക്കുഴിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, കുറ്റിക്കാട്ടൂർ അങ്ങാടിയിൽ വെച്ച് ഈ സ്ഥാപനത്തിലെ പ്രിയപ്പെട്ട അധ്യാപകന്മാരും ടീച്ചർമാരും ബക്കറ്റെടുത്ത് തെരുവിലൂടെ സഹായിക്കണേ എന്ന് പറഞ്ഞ ഒരു സ്കൂളിന്റെ പേരുണ്ടെങ്കിൽ ആ ചരിത്രം എഴുതിയത് പ്രിയപ്പെട്ടവരെ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ UP സ്കൂളിന്റെ പ്രിയപ്പെട്ട അധ്യാപകരാണ് എന്ന് ആത്മാർത്ഥമായി തുറന്നു പറയാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ ഈ പരിപാടിയിൽ നടക്കുമ്പോ അഭിമാനമുണ്ട്. ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് സ്കൂളിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപനം എന്നുള്ള രീതിക്കപ്പുറത്തേക്ക് ഒരു പ്രിയപ്പെട്ട ചെറിയൊരു മോനാണെന്ന് ഞാൻ വിചാരിച്ചേ. ആ മോനയുടെ ഒരു മാഷ് ഏടെ ഞാൻ ഇവിടുത്തെ മോനാന്ന് വിചാരിച്ചേ. ഈ മോനെ ഞാൻ കണ്ടത് മെനിയാന്ന് മുതുവല്ലൂർ കൂട്ടായ്മയിൽ. മുതുവല്ലൂര് ആ നാട്ടിൽ നിന്ന് 6 സ്കോഡായിട്ട് അത് ഭിന്നിക്കപ്പെട്ട് 6 സ്കോഡിൽ നിന്ന് പ്രിയപ്പെട്ട ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാൻ 6 സ്കോഡ് രൂപീകരിച്ചു അല്ലേ, നമ്മളെ ഗ്രൂപ്പുകളില്ലേ? അതേപോലെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചപ്പോ അതിന്റെ നേതാവ് ആരാന്നറിയോ? ആരാ? കേട്ടില്ല. ഞാൻ വിചാരിച്ചൊരു 15 വയസ്സുള്ള മോനാന്നാ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ആ ആദിൽ എന്ന് പറയുന്ന ആൾ ഈ സ്കൂളിലെ മാഷാണ് എന്നുള്ള കാര്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്നപ്പോ ആ മോനെ ഞാൻ കണ്ട് എത്രമാത്രം സന്തോഷമാ. അതിനേക്കാൾ അപ്പുറമാണ് പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ മാനേജർ മുഹമ്മദ് കുട്ടിക്കല്ലേ, മുഹമ്മദ് കുട്ടിക്കയും ഈ നാടിന്റെ പ്രിയപ്പെട്ട മെമ്പർ എന്നോട് പറഞ്ഞ് ഇതിനെ കുറിച്ച് ഒന്നും പറയരുതെന്ന്. വായിൽ കൈവച്ചാ കടിക്കാത്ത നമ്മുടെ മുണ്ടക്കുളത്തിന്റെ മെമ്പർ ആരാ? എവിടെ പോയി? ഇവിടെ കാണൂല, എവിടെയും കാണൂല. ഫോട്ടോയിൽ ആ മനുഷ്യന് നിക്കണ്ടോ? ഒരു ഫോട്ടോയിലും നിൽക്കൂല, ഒരു ഫ്ലെക്സിലും ഫോട്ടോ വരണ്ട, ഒരു വീഡിയോയിലും നിൽക്കണ്ട. എല്ലാ പണിയും ആ മനുഷ്യനെടുത്തോളും. എന്ത് കാര്യവും ഒരാളോടും പ്രയാസമില്ല. ചായ വൈകുന്നേരമാകുമ്പോ ഫ്ലാസ്ക് എടുത്ത് ചായ കൊണ്ടുവന്ന് ബിസ്ക്കറ്റ് എടുത്ത പ്രിയപ്പെട്ട മുജീബക്ക. ഞങ്ങൾ സ്ഥലം അന്വേഷിച്ച് നടന്നപ്പോ മുണ്ടക്കുളം അങ്ങാടിയിൽ ഒരു സ്ഥലം കിട്ടണം. കാരണം മുതുപ്പറമ്പിലെ പ്രിയപ്പെട്ട പൊന്നുമോന്, ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ നാട്ടിൽ ഓഫീസ് തുടങ്ങിയാൽ ഒരു ശ്രദ്ധ കിട്ടില്ല. അതുകൊണ്ട് ഹൈവേയിൽ സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ വല്ലാത്ത പ്രയാസത്തിൽ നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് നമുക്ക് ഷാമിൽ മോനെ ചേർത്ത് പിടിക്കാമെന്ന് പറഞ്ഞ ആ പ്രിയപ്പെട്ട മാനേജർക്കും മുഹമ്മദ് കുട്ടിക്കാക്കും അതോടൊപ്പം തന്നെ മുജീബുക്കയും വാർഡ് മെമ്പറും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനം കൂടി ഈ സ്ഥാപനമാണ് എന്നുള്ള വല്ലാത്ത സന്തോഷം പങ്കുവെക്കുക. നമ്മൾ ഒരുമിച്ച് പോരാടുകയാണ്. ഇന്ന് നമ്മുടെ മുമ്പിൽ ആരുണ്ട്? ഷാമിൽ മോനുണ്ട് അല്ലേ? ഷാമിൽ മോന് വേണ്ടി ആരൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ മാഷ്മാരില്ലേ, കുട്ടികളില്ലേ, ഒരുപാട് സ്ഥലത്തെ മാമന്മാര് പ്രവർത്തിക്കുന്നില്ലേ? അവരാവശ്യത്തിന് വേണ്ടിയാണോ? അവരെ കുടുംബത്തിലെ കാര്യമാണോ? ഷാമിൽ മോൻ നിങ്ങൾ ആരെങ്കിലും ആണോ? മാമന്റെ ആരെങ്കിലും ആണോ? ഞാൻ എവിടുന്നാ വരുന്നെന്ന് അറിയാം മക്കൾക്ക്? ഞാൻ കുന്നുമംഗലത്ത് നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്? 10-30 കിലോമീറ്റർ ഇല്ലേ? 40 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്നത് എന്തിനാണെന്നറിയോ? ആ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി നമ്മൾ ഓരോരുത്തരുടെ മുമ്പിൽ കൈനീട്ടുകയാണ് ഈ കമ്മിറ്റി, ഈ നാട്ടുകാര്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? ആ പ്രിയപ്പെട്ട പൊന്നുമോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ പ്രിയപ്പെട്ട മോന് ഫണ്ട് ആയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വലിയ പ്രയാസത്തിലേക്ക് പോകും. ഇപ്പൊ അവന് പ്രയാസമുണ്ടോ? നമ്മൾ ഈ ചടങ്ങ് നടക്കുമ്പോ നിങ്ങൾ ഓരോ പ്രിയപ്പെട്ട കുട്ടികളും സ്വരൂപിച്ച്, മാഷുമാര് സ്വരൂപിച്ച്, മാതാക്കൾ സ്വരൂപിച്ച്, പ്രിയപ്പെട്ട എല്ലാ ആളുകളും സ്വരൂപിക്കുമ്പോ ഷാമിൽ മോന്റെ മുഖത്തൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം എന്താ അറിയോ? ഞാൻ പഠിച്ചു പോയിട്ടും എന്റെ സ്ഥാപനം, എന്റെ സ്കൂൾ എന്താക്കിയില്ല, മറന്നില്ല. പ്രയാസം വന്നപ്പോ, പ്രതിസന്ധി വന്നപ്പോ, സങ്കടം വന്നപ്പോ, ജനങ്ങളെ മുമ്പിലേക്ക് കൈനീട്ടിയപ്പോ ഞാൻ പഠിച്ച CHMKM എന്ന് പറയുന്ന ഈ മഹനീയ സ്ഥാപനം എന്നെ കൈവിട്ടില്ല, എന്നെ ചേർത്തു പിടിച്ചു എന്നുള്ള വലിയ സന്തോഷം, പ്രാർത്ഥന ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥന നമുക്ക് നിലവേറ്റാൻ, ആ പ്രാർത്ഥന നമുക്ക് പൂർത്തീകരിക്കാൻ പ്രിയപ്പെട്ട ഷാമിൽ മോൻ നടന്നുകൊണ്ട് സ്കൂളിൽ പോകണ്ടേ? വേണോ വേണ്ടേ? നല്ല സന്തോഷത്തിൽ പ്രിയപ്പെട്ട ഷാമിൽ മോൻ സ്കൂളിൽ പോകണം, മദ്രസയിൽ പോകണം, ഫുട്ബോൾ കളിക്കണം, കോളേജിൽ പോകണം. അതിന് നിങ്ങളുടെ എല്ലാം എന്ത് വേണം?
മനസ്സ് നിറഞ്ഞ പ്രാർത്ഥന വേണം പ്രിയപ്പെട്ടവരെ. കുഞ്ഞുണ്ണി മാഷ് ഒരു കവിത ഉണ്ടെങ്കിൽ എല്ലാരും പഠിച്ചതാ. ഞാൻ പല സ്ഥലത്തും പറയുന്നത് എന്താണത്? വായിച്ചാലും ഉറക്കെ പോരാ. വായിച്ചാലും വായിച്ചില്ലെങ്കിലും വായിച്ചു വളർന്നാൽ എങ്ങനെ? വായിച്ചു വളർന്നാൽ, വായിക്കാതെ വളർന്നാൽ CHMKM സ്കൂളിലെ കുട്ടികൾ നന്മ ചെയ്തു വളർന്നാൽ വിളയുമോ വളയുമോ? കേട്ടില്ല. ഈ സ്കൂളിലെ കുട്ടികൾ നന്മ ചെയ്തു വളർന്നാൽ, പ്രിയപ്പെട്ടവരെ, സന്തോഷത്തോടു കൂടി ഷാമിൽ മോനായി നിങ്ങൾ സമാഹരിച്ച തുക എത്ര നിങ്ങൾക്ക് അറിയണ്ടേ? അഭിമാനത്തോടുകൂടി മണിക്കൂറുകൾ യാത്ര ചെയ്ത് ആളുകളെ മുമ്പിലേക്ക് കൈനീട്ടി കേരള സംസ്ഥാനത്തിന് തന്നെ, അധ്യാപക സമൂഹത്തിന് തന്നെ മാതൃകയായ ഈ സ്കൂളിലെ പ്രിയപ്പെട്ട അറിവിന്റെ അക്ഷരങ്ങൾ പകർന്നു കൊടുക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകന്മാർ, പ്രിയപ്പെട്ട മാനേജ്മെന്റ്, പ്രിയപ്പെട്ട PTA, ഈ ചരിത്ര നിമിഷത്തിലേക്ക് ഇവര് സമാഹരിച്ച തുക പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നിറഞ്ഞ കൈയടികളോട് കൂടി ഇതുവരെ കാണാത്ത ഒരു സ്കൂളും നൽകാത്ത ഏറ്റവും വലിയ തുക മുതുവല്ലൂരിന്റെ പ്രാന്ത പ്രദേശത്ത് നമ്മുടെ ഓഫീസിൽ സ്ഥിതി ചെയ്യുന്ന പ്രിയപ്പെട്ട ഈ സ്കൂളിൽ കുട്ടികളോട് പിരിക്കാതെ, കുട്ടികളോട് വാങ്ങാതെ പുറം നാട്ടിൽ പോയി സമാഹരിച്ചത് പ്രിയപ്പെട്ടവരെ 4,14,141 രൂപ. 4,1,4,1 ഒരിക്കൽ കൂടെ 4,1. താങ്ക് യു. ഒരുപാട് സന്തോഷത്തോടു കൂടി ഈ തുക നിങ്ങൾ നൽകുമ്പോ ഹൃദയം നിറഞ്ഞ നന്ദി മാത്രമേ നൽകാനുള്ളൂ. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ആളുകൾക്ക് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമുക്ക് നിലവിൽ ഏകദേശം ഇന്ന് രാത്രിയോടുകൂടി 19 ദിവസങ്ങൾ കൊണ്ട് നമുക്ക് 2 കോടി രൂപ സമാഹരണത്തിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 1 കോടി രൂപ. ഒരു നാടിന്റെ ഒറ്റക്കെട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായി നമ്മൾ ലക്ഷ്യത്തിലേക്ക്, പൂർത്തീകരണത്തിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മക്കൾ, നാളെ വളർന്നു വരുമ്പോ മലപ്പുറം കളക്ടറുടെ കസേരയിൽ മുണ്ടക്കുളത്ത് പഠിച്ച സ്കൂൾ കുട്ടിയെ കാണുമ്പോ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ടിന്റെ കസേരയിൽ ഡോക്ടറായി മുണ്ടക്കുളത്തിന്റെ പ്രിയപ്പെട്ട കുട്ടികൾ വരുമ്പോ, പൈലറ്റായി മുണ്ടക്കുളത്തിന്റെ പ്രിയപ്പെട്ട UP സ്കൂളിലെ കുട്ടികൾ വരുമ്പോ, പല മേഖലകളിൽ നല്ല മക്കളായി, നല്ല ടീച്ചർമാരായി, നല്ല വക്കീലന്മാരായി, നല്ല ഡോക്ടർമാരായി, നല്ല പൈലറ്റുമാരായി, നല്ല മക്കളായി വളരുമ്പോ, ആ വളരുന്നതാണ് ഈ പ്രിയപ്പെട്ട അധ്യാപകന്മാർക്ക് നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് കൂടെ മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട അധ്യാപകന്മാർക്കും മാനേജ്മെന്റിനും എന്റെ പ്രിയപ്പെട്ട മുത്തുമണികളായ നിങ്ങൾ ഓരോരുത്തരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. മാഷ, ക്ലാസ് ലീഡർ ആരെങ്കിലും സംസാരിക്കും? ഈ ചികിത്സാ സമാജയുടെ കർമ്മികൾ മുഹമ്മദ് മാഷ് സ്വീകരിക്കുന്നു. കാര്യം വന്നോ? ഇല്ലല്ല, ഈ പ്രദേശത്ത് കയ്യിൽ പിരിക്കാതെ തന്നിട്ടില്ല. ഇത് ഇവര് കുട്ടികളോട് പിരിക്കാതെ 40. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഈ വേദിയുടെ അധ്യക്ഷൻ PTA പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശിഹാബ് കുഞ്ഞളും, ഷാമിൽ ചികിത്സാ സഹായ സമിതിയുടെ മുഖ്യ തേരാളി അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം സാഹിബ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട ഈ സ്കൂളിലെ അധ്യാപക അധ്യാപികമാരെ, സ്നേഹനിധികളായ
വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷകരവും അഭിമാനമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഷാമിൽ മോന്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി ഈ സ്കൂളിലെ അധ്യാപകർ തെരുവിലിറങ്ങി പാട്ടുപാടിക്കൊണ്ട് ഷാമിൽ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ സംഖ്യയായ 4,14,141 രൂപ സമാഹരിച്ച ഏക വിദ്യാലയത്തിന്റെ കേൾവി CHMK സ്കൂൾ എന്ന എന്റെ സ്കൂള് കരസ്ഥമാക്കിയ ഞാൻ നിങ്ങളെ ഈ സ്കൂൾ അധ്യാപകരെ മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. ജനകീയ സമിതിയുടെ കമ്മിറ്റിയുടെ പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഈ സ്കൂൾ എന്നും പഠനരംഗത്തും പാഠ്യേതര രംഗത്തും കാരുണ്യ പ്രവർത്തനങ്ങളിലും എന്നും മുന്നിൽ നിന്ന് നയിക്കുന്ന നമ്മുടെ സബ് ജില്ലയിൽ നിന്ന് മാത്രമല്ല, മലപ്പുറം ജില്ലക്ക് മാത്രമല്ല, കേരളത്തിൽ തന്നെ മാതൃകയായ ഒരു സ്കൂളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ വർഷം കഴിയുന്തോറും സ്കൂളിന്റെ സൽപ്പേരും സ്കൂളിലേക്കുള്ള കുട്ടികളുടെ തള്ളിക്കയറ്റവും വർദ്ധിച്ചു വരികയാണ്. അത് സ്കൂളിന്റെ പഠന നിലവാരത്തിലുള്ള ഉയർച്ചയാണ് കാണിക്കുന്നത്. ഓരോ രക്ഷിതാവും സ്കൂളുകളെ കുറിച്ച് പഠിക്കുകയും ഏത് സ്കൂളിലാണ് എന്റെ വിദ്യാർത്ഥിക്ക്, എന്റെ പൊന്നോമന മകന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുക, ഏറ്റവും നല്ല ശിക്ഷണം നൽകുക എന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ രക്ഷിതാവിനും, ഇവിടേക്ക് പറഞ്ഞയച്ച ഒരു രക്ഷിതാവിനും തന്നെ പിഴവ് പറ്റിയിട്ടില്ല. അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ ഒരു കാരുണ്യ പ്രവർത്തനമാണ് നിങ്ങളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, നിങ്ങളെപ്പോലെ നടക്കാനും കളിക്കാനും ചിരിക്കാനും എല്ലാം താല്പര്യമുള്ള ഒരു പൊന്നുമോനാണ് ഇവിടെ സ്റ്റേജിലിരിക്കുന്നത്. ആ പൊന്നുമോനെ നിങ്ങളെപ്പോലെ നടക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും അവന്റെ പുസ്തകങ്ങൾ തോളിലേറ്റ് നടക്കാനും ഒക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു പ്രയത്നത്തിന്റെ ഭാഗത്തിൽ നിങ്ങളൊക്കെ കൂട്ടായി ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ അവനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഈ അസുലഭമോർത്ത് നിങ്ങളൊക്കെ ഞങ്ങളിവിടെ ഇരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് സമയമായി എഴുന്നേറ്റ് നിൽക്കുന്നു. വളരെയധികം സങ്കടം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസംഗം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഇവിടെ ഒരിക്കൽ കൂടി ഈ വിദ്യാലയത്തിലെ നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട അധ്യാപകൻ സലാം മാസ്റ്റർ നേതൃത്വം നൽകിക്കൊണ്ട് അതുപോലെ റയീഷ് മാസ്റ്റർ, എല്ലാ അധ്യാപകരെയും സലാം മാസ്റ്റർ നേതൃത്വത്തിൽ വലിയൊരു മുന്നേറ്റം തന്നെയാണ് സ്കൂൾ കാഴ്ചവെക്കുന്നത്. ഒരിക്കൽ കൂടി വിദ്യാലയത്തിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും മാനേജ്മെന്റിനെയും അതുപോലെ തന്നെ PTA കമ്മിറ്റി ഭാരവാഹികളെയും ഈ ഇവിടെ കൂടിയ കുട്ടികളുടെ രക്ഷിതാക്കളെയും മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി വേദിയിൽ മനോഹരമായ ഒരു പാട്ടുമായി വേദിയിലേക്ക് ആരാ വിളിക്കണ്ടേ? പ്രിയപ്പെട്ട സലാം മാസ്റ്റർ നമ്മുടെ വേദിയിൽ പ്രിയപ്പെട്ട സുന്ദരമായ മനോഹരമായ പാട്ടുമായി നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ട ടീച്ചർമാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. അവരോട് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അത്രമാത്രമാണ് അവര് ബസ്സിലും മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ മുന്നോട്ട് വന്നിട്ടുള്ള ഈ പ്രിയപ്പെട്ട മാഷാണ് നമ്മുടെ അല്ലമീൻ ഗ്രൂപ്പിന്റെ ബസ്സിൽ നിന്ന് നമുക്ക് സാമ്പത്തിക സമാഹരണത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത്. മാഷെ വിളിക്കല്ലേ, നിങ്ങൾ കൈയടിച്ചാലേ വരുള്ളൂ മാഷെ. വെരി ഗുഡ്. മൈക്ക് കൊടുക്ക്, സൗണ്ടില്ലേ? ഇത് സെപ്പറേറ്റ് റഹ്മാൻ ഖാനോട് എടുക്കാൻ പറയണേ. റഹ്മാൻ ഖാനോട് എടുക്കാൻ പറ. റഹ്മാൻ ഖാനോട് എടുക്കാൻ പറ. റഹ്മാൻ ഖാൻ പാട്ട് ഇപ്പൊ വിളിച്ചല്ലേ, ഇവിടെ ഞാൻ പരിപാടിയില്ല, വിളിച്ചല്ലോ. വിളിച്ചല്ലേ. ഹലോ, കേൾക്കുന്നു സൈലന്റ്. ഇപ്പൊ വിളിക്കല്ലേ, ഞാൻ പരിപാടിയിലാണ്. അല്ലല്ല അന്നല്ല, ഇപ്പൊ കേൾക്കൂല, ഞാൻ പൊതുപരിപാടിയിലാണ്. ഇപ്പൊ വിളിക്കല്ലേ. പാട്ട് കഴിഞ്ഞാൽ ഷാമിൽ മോനെ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഷാമിൽ മോനെ കേട്ടിട്ട് നമ്മളെല്ലാവരും പോകാൻ പാടുള്ളൂ എന്ന് അറിയിക്കാണ്.
ഹലോ നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ കുട്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകതടി. അല്ലാ ഞങ്ങൾക്ക് നീ മതി. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി. കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കരകാണാ കടൽ പോലും വാഴ്ത്തുന്നല്ലോ നിന്മത്. കുളിർ തൂകി പാടുന്നു വീശും കാറ്റും നിൻ കതിറ്. കരകാണാ കടൽ പോലും വാഴ്ത്തുന്നല്ലോ നിന്മത്. കുളിർ തൂകി പാടുന്നു വീശും കാറ്റും നിൻ കതിറ്. അജവേറും ഈ ദുനിയാവ് വിധാനിച്ചവനല്ലാ, അതിലെല്ലാം മഴകായി തീർത്തവനെ സുബ്ഹാനല്ലാ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പരകോടി സൃഷ്ടി സജാചരമെല്ലാം പോറ്റും നീ റബ്ബ്. പറയാതതിലോരോ കൽബിലുമുള്ളത് കാണും നിൻ കഴിവ്. പരകോടി സൃഷ്ടി ചരാചരമെല്ലാം പോറ്റും നീ റബ്ബ്. പറയാതതിലോരോ കൽബിലുമുള്ളത് കാണും നിൻ കഴിവ്. അപരാധം ചെയ്യുന്നവനും റഹ്മാനല്ലോ, അവദാനം വാഴ്ത്തുന്നവന് നാളെ റഹീമല്ലോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. നീ തരും ഔദാര്യം ഇല്ലെങ്കിൽ ഈ ഭൂമി മൺകൂനയാവാൻ നിമിഷം മതി.
കാരുണ്യപേമാരി പെയ്യാതിരുന്നാലോ സൃഷ്ടികൾക്കെന്താണ് വേറെ വഴി? കണ്ണീരുണങ്ങാത്ത പാവങ്ങൾ ഞങ്ങൾക്ക് നീ മാത്രമാണല്ലോ ഏകതണി. അല്ലാ ഞങ്ങൾക്ക് നീ മതി. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. താങ്ക് യു. ചുരുങ്ങിയ വാക്കിൽ നമ്മുടെ കുട്ടികളെ പഠിക്കാൻ ലോകത്തല്ല ചുരുങ്ങിയ വാക്കിൽ ആശംസ നൽകുന്ന അതുമായിട്ട് നമ്മുടെ നാട്ടിലായ ഒരുമേലും സാഹിത്യം ആദരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശിഹാബ് കുഞ്ഞളം, ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, ഹെഡ്മാസ്റ്റർ സലാം, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നേതാക്കന്മാരെ, അധ്യാപകന്മാരെ, വിദ്യാർത്ഥിനികളെ, മാനേജ്മെന്റ് പ്രതിനിധികൾ, വൈകിയ വേളയിൽ വേണ്ടി സംസാരിക്കുന്നില്ല. നമ്മുടെ ഷമീർ മോഹൻ ചികിത്സാ സഹായ ഫണ്ടിലേക്ക് CH മുഹമ്മദ് കോയ സാഹിബ് മെമ്മോറിയൽ UP സ്കൂളിലെ നമ്മുടെ അധ്യാപകർ, ബഹുമാനപ്പെട്ട ഹെഡ്മാസ്റ്റർ സലാം മാസ്റ്ററുടെ നേതൃത്വത്തിൽ പുറം പ്രദേശങ്ങളിൽ പോയി ഏത് പേര് കൊണ്ടാണോ ഈ സ്ഥാപനം നിലനിൽക്കുന്നത്, ഏത് കാര്യത്തിന് വേണ്ടിയാണോ CH മുഹമ്മദ് കോയ സാഹിബ് ഈ രാജ്യത്ത് പ്രവർത്തിച്ചത്, അതുപോലെയുള്ള ഒരു പ്രവർത്തനം അതിലുപരിയായിക്കൊണ്ട് തന്നെ ഈ പാവപ്പെട്ട, ഈ സുഖമില്ലാത്ത ഈ കുട്ടിയുടെ ജീവൻ നിലനിൽക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ഈ സ്കൂൾ സേവനത്തിന് പുറമെ ഈ പാവപ്പെട്ട വിദ്യാർത്ഥിക്ക് വേണ്ടി തെരുവുകളിൽ ഇറങ്ങിക്കൊണ്ട് സമാഹരിച്ച 4 ലക്ഷത്തിലധികം രൂപ സമാഹരിച്ച നിങ്ങൾക്ക് എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കുകയെന്ന് അറിയുന്നില്ല. ഏതായിരുന്നാലും ഈ പരിപാടിക്ക് നിങ്ങൾ ചെയ്ത എല്ലാവിധ സഹായങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ആദരണീയനായ അധ്യക്ഷൻ PTA പ്രസിഡന്റ് ഷിഹാബ് കുഞ്ഞളം, സ്വാഗതം പറഞ്ഞ സലാം മാസ്റ്റർ, മറ്റ് ഈ ഒരു ഷാമിൽ ചികിത്സാ സഹായ സമിതിയുടെ ചാരിറ്റി പ്രവർത്തകൻ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗൽക്ക, മറ്റ് വേദിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് മഹൽ വ്യക്തിത്വങ്ങളെ, നല്ലവരായ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഏറെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ തന്നെ ഷമീർക്കയും വളരെ വ്യക്തമായി തന്നെ കാര്യങ്ങൾ നമ്മെ സൂചിപ്പിച്ചു. ചരിത്രത്തിൽ ഇടം പിടിക്കാൻ CHMKM UP സ്കൂളിലെ അധ്യാപകർ ഷാമിൽ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിലൊക്കെ അതിന്റെ പ്രവർത്തനം നടത്തുകയുണ്ടായി. ഇന്ന് മലപ്പുറം ജില്ലക്കകത്ത് തന്നെ നമുക്കറിയാം, എവിടെ ചെന്ന് ഷാമിൽ മോനെ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു പിരിവ് നടത്തിയാൽ ആളുകൾ കയ്യും മെയ്യും മറന്നുകൊണ്ട് സഹായിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലക്കകത്തുള്ളത്. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് മഞ്ചേരിക്കടുത്ത് പുല്ലാര എന്നൊരു പ്രദേശത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനം കണ്ട് ആകെ അന്താളിച്ചു പോയി. കാരണം ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ഷാമിൽ മോന് വേണ്ടി
അവിടുത്തെ നാട്ടുകാർ നടു റോഡിൽ ഇറങ്ങിക്കൊണ്ട് സഹായം ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ സമയത്ത് ഞങ്ങൾ വാഹനവുമായി അതിലൂടെ കടന്നു പോകുമ്പോൾ അതിൽപ്പെട്ട ഒരു ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കമ്മിറ്റിയുടെ ആളുകളാണ് എന്ന് പറഞ്ഞപ്പോഴും അവർ സുഹൃത്ത് പറയുകയാണ്, നിങ്ങളാൽ കഴിയുന്ന ഒരു 10 രൂപയെങ്കിലും ഈ ബക്കറ്റിലിട്ടുകൊണ്ട് ഈ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ എല്ലാവരും സഹായിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലക്കകത്ത് പ്രത്യേകിച്ചും നമ്മുടെ ജില്ലയെ വിശേഷിപ്പിക്കുന്നത് പോലെ ആര് തന്നെ എവിടെ ചെന്ന് പറഞ്ഞാലും മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ആ ജില്ലയ്ക്കൊരു പെരുമയുണ്ട്. ആ പെരുമയുടെ ഭാഗമായി നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഷാമിൽ മോന് സഹായമായി ആളുകൾ എത്തിയിട്ടുള്ളത്. ആളുകൾ നിരന്തരം നമ്മളടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ് ഞങ്ങളും പിരിക്കട്ടെ എന്ന്. ഇപ്പൊ 2 ദിവസം മുമ്പ് കാരക്കുന്ന് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്ന് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഷാമിൽ മോന് ചികിത്സാ സഹായമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെക്കോർഡും അതുപോലെ ഞങ്ങൾക്ക് പിരിക്കാനുള്ള അനുമതിയും തരുമോ എന്ന് പറയുമ്പോൾ ഓരോരുത്തരും ഇങ്ങോട്ട് ചോദിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ ഷമീർക്ക പറഞ്ഞതുപോലെ 25-ാം തീയതി ആകുമ്പോഴേക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന 3 കോടിയിൽ എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല, യാതൊരു തർക്കവുമില്ല. ഷാമിൽ മോനെ തക്കതായ ചികിത്സ നൽകുവാൻ ഈ നാട്ടിൽ എല്ലാവരും പ്രവർത്തിച്ചതുപോലെ നമ്മുടെ CHMK UP സ്കൂളിലെ അധ്യാപകരും പ്രവർത്തിച്ചു. ആ അധ്യാപകരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് 1000 നന്ദിയും കടപ്പാടും അഭിവാദ്യങ്ങളും ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പരിപാടിയുടെ അധ്യക്ഷൻ സ്നേഹനിധിയായ സലാം മാസ്റ്റർ, നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ വിശിഷ്ടാതിഥി ഏറെ പ്രിയങ്കനായ ഷമീർക്ക, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സ്നേഹനിധികളായ നേതാക്കന്മാരെ, ഏറ്റവും സ്നേഹനിധികളായ വിദ്യാർത്ഥികളെ, ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. ആദ്യമായി എന്റെ കൊച്ചനിയൻ ഷാമിൽ മോനോടാണ് പറയാനുള്ളത്. ഷാമിൽ മോൻ, നീ ഒരിക്കലും നിരാശപ്പെടരുത്. ഈ ഇരിക്കുന്ന 1000 നിന്റെ കൂടെയുണ്ട് ഷാമിൽ മോൻ. നീ ധൈര്യമായിരിക്കുക. സാമ്പത്തികം എന്ന ഒരു വലിയ ബാധ്യത ഞങ്ങളുടെ മുന്നിലുണ്ടായപ്പോൾ ഷമീർക്കയുടെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും കൈമറന്ന് സഹായത്തിനിറങ്ങിയപ്പോൾ ഷാമിൽ മോൻ, നീ ഇതുപോലെ ഇരിക്കണമെന്നും നീ ഇതുപോലെ കളിക്കണമെന്നും നീ ഇതുപോലെ ചിരിക്കണമെന്നും നീ ഇവരെ പോലെ വീട്ടിലേക്ക് പോകണമെന്നും അതിയായ ഒരാഗ്രഹം ഈ കുഞ്ഞു മനസ്സുകൾക്കും ഈ അധ്യാപകർക്കും നാട്ടുകാർക്കും ഉണ്ടായിരുന്നു. അതാണ് ഷാമിൽ മോൻ, നിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഈ ലക്ഷ്യം ഞങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഷാമിൽ മോൻ, അങ്ങ് ചിരിച്ചിരിക്കുക. അങ്ങയുടെ കൂടെ ഒരു നാടുണ്ട്, ഒരു കലാലയമുണ്ട്, ഒരു വിദ്യാലയമുണ്ട്, ഒരു പറ്റം അധ്യാപകരുണ്ട്, ഒരു പറ്റം വിദ്യാർത്ഥികളുണ്ട്. അതിന് മലപ്പുറം ജില്ലക്ക് ഏറ്റവും വലിയ ഒരു മാതൃകയാണ് CH മുഹമ്മദ് കോയ മെമ്മോറിയൽ UP സ്കൂൾ എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കലാലയത്തിലും ഇതുപോലെ ഗായകരായ ഒരു അധ്യാപകരെ കാണില്ല, ഇത്രയും സ്പോർട്സ് സ്പിരിറ്റുള്ള അധ്യാപകരെ കാണില്ല. വേഷം മാറേണ്ടി വന്നാൽ വയലത്തിറങ്ങി കൈക്കോട്ട് പിടിക്കാനും സഹായത്തിന് വേണ്ടി തയ്യാറായ ഒരു അധ്യാപകന്മാരുടെ കൂട്ടം മലപ്പുറം ജില്ലയിൽ ഏത് കലാലയത്തിനുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, CH മുഹമ്മദ് കോയ മെമ്മോറിയൽ UP സ്കൂൾ എന്ന ആ കലാലയത്തിലെ എന്നെ പഠിപ്പിച്ച, ഈ നാടിനെ പഠിപ്പിച്ച, ഈ പിഞ്ചു മക്കളെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകരും മാനേജ്മെന്റും സർവര ഈ നാട്ടുകാരുമാണ്. അതിന്റെ ഇടയിലേക്കാണ് സമാധാനത്തിന്റെ, സ്നേഹത്തിന്റെ, മനുഷ്യത്വത്തിന്റെ കവചമായി ഒരു മഹാമനുഷ്യൻ അങ്ങ് കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് ഈ നാട്ടിലേക്ക് ദൈവദൂതൻ നിയോഗിക്കപ്പെട്ടത്. ആ മനുഷ്യന്റെ പേരാണ് അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം. ഇനിയുള്ള കാലഘട്ടത്തും ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് കരുത്തോടെ മുന്നേറാൻ ഷമീർക്കയ്ക്ക് സാധിക്കട്ടെ. ഈ ചരിത്രപരമായ ദൗത്യത്തിന്റെ പങ്കാളിയായ CH മുഹമ്മദ് കോയ മെമ്മോറിയൽ UP സ്കൂളിലെ അധ്യാപകരെയും ഈ ഇളം തന്നിലെ കുഞ്ഞു മനസ്സുകളായ വിദ്യാർത്ഥികളെയും മറ്റു നാട്ടുകാരെയും അതോടൊപ്പം സ്നേഹത്തിന്റെ പുഞ്ചിരി ചാലിച്ച പ്രിയപ്പെട്ട ഷാമിൽ എന്ന പൊന്നുമോനെയും ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്. നിർബന്ധം
ഏറെ ആദരണീയനായ അധ്യക്ഷൻ, ഈ കലാലയത്തിന്റെ PTA പ്രസിഡന്റ് ഷിയാബ് കുഞ്ഞുളം, ഈ മഹത്തായ അഭിമാനകരമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, വേദിയിലുള്ള പ്രിയ സഹോദരൻ ഷാമിൽ, മഹൽ പ്രസിഡന്റും ഈ പ്രദേശത്തെ കാരണവരുമായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് ഉണ്ണിമേറ്റി കുട്ടി ഹാജി, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ, ഈ കലാലയത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന സ്വാഗതം പറഞ്ഞ സലാം മാസ്റ്റർ അടക്കമുള്ള അധ്യാപകരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, വളരെ അഭിമാനകരമായ സന്ദർഭത്തിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഒരു വർഷം മുമ്പ് സ്പൈനൽ മസ്കുലർ അട്രോഫി SMA രോഗം ബാധിച്ച് ഈ കലാലയത്തിൽ പഠിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ ആ രോഗം ചികിത്സിക്കുന്നതിന് 3 കോടിയിലധികം രൂപ വേണം എന്ന തിരിച്ചറിവിന്റെ ഭാഗമായിക്കൊണ്ട് ആ പ്രദേശത്ത് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിന്റെ തുടർച്ച എന്നുള്ള രീതിയിൽ ആ കമ്മിറ്റി ഓഫീസ് ഒരു ഹൈവേയുടെ ഓരത്താവണം എന്നുള്ളതിന്റെ ഭാഗമായിക്കൊണ്ട് ഈ കലാലയത്തിന്റെ മാനേജറായ മുഹമ്മദും വാർഡ് മെമ്പർ മുജീബ് അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ അവരുടെ കൂടി സ്ഥലത്ത് അതിമനോഹരമായ ഒരു ഓഫീസ് തുറക്കുകയും സമയബന്ധിതമായി ഏകദേശം 1,77,00,000 രൂപ ഇപ്പോൾ സമാഹരിച്ച സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. അതിന് നമുക്ക് കാരണക്കാരനായത് തീർച്ചയായും ജീവകാരുണ്യ രംഗത്ത് നിറസാന്നിധ്യമായ നമുക്കേവർക്കും പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ്. ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു യാത്രയിൽ എപ്പോഴും നമ്മളെ നയിക്കാൻ മുന്നിൽ നിന്ന് ആരെങ്കിലും വേണം. അത് മഹാമനീഷികളാവാം, അത് നവോത്ഥാന നായകന്മാരാവാം, അത് ഏതെങ്കിലും ടീമിന്റെ ക്യാപ്റ്റന്മാരാവാം, ആടിയൊലയുന്ന കപ്പലിന്റെ കപ്പിത്താനാവാം. ഷാമിൽ ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട് ഒരു ദൈവദൂതനെ പോലെ നമ്മുടെ മുന്നിലേക്ക് ഷമീർ കുന്നമംഗലം കടന്നു വരികയും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓരോന്നും നമ്മൾ നടപ്പിലാക്കിക്കൊണ്ട് മുതുവല്ലൂർ പഞ്ചായത്തിനകത്തെ ജാതിമത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും അത് നെഞ്ചേറ്റിക്കൊണ്ട് രാവെന്നോ പകലൊന്നോ ഇല്ലാതെ ഓരോ പ്രദേശങ്ങളിലും പോയി വിവിധങ്ങളായിട്ടുള്ള ആളുകളെ കണ്ട് ഫണ്ട് സമാഹരിച്ചുകൊണ്ട് വലിയൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. CHMKM UP സ്കൂൾ ഞാനും കൂടി പഠിച്ച വിദ്യാലയമാണ്. തീർച്ചയായും ഷാമിലുമായി ബന്ധപ്പെട്ട ഒരു ഓഫീസ് മുണ്ടക്കുളത്തുണ്ടാവുമ്പോൾ ഈ പ്രദേശത്തുകാരൻ എന്നുള്ള നിലക്ക് എന്റെ നാട് മുണ്ടക്കുളം ഈ വിഷയത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കാണാനും അവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ജാതിയുടെയോ കൊടിയുടെയോ നിറം നോക്കാതെ ഒത്തൊരുമിച്ചുകൊണ്ട് ഷാമിൽ മോനെ സഹായിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ ഭാഗമായി കൊണ്ടുപോകുമ്പോഴാണ് വലിയ അത്ഭുതമായി CHMKM UP സ്കൂൾ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു ദൗത്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊണ്ട് ഇന്ന് വരെ ഷാമിൽ ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ലഭിച്ച തുകയിലേക്കാൾ ഏറ്റവും വലിയ ഒരു തുക ഈ കലാലയ അധ്യാപകരടക്കം തെരുവിൽ പോയി ബക്കറ്റ് എടുത്തുകൊണ്ട് ശേഖരിച്ച് ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചു എന്നുള്ളത് പോലെ തന്നെ ഈ കലാലയത്തിലെ ഓരോ അധ്യാപകരും തങ്ങളുടേതായിട്ടുള്ള ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റി പോകുന്നുണ്ട്. പുലർച്ചെ 3:30 കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റായ കൊണ്ടോട്ടി മത്സ്യ മാർക്കറ്റിൽ അവിടുത്തെ തൊഴിലാളികൾ വരണമെന്ന് പറഞ്ഞപ്പോ ഉറക്കൊഴിവാക്കി മത്സ്യ മാർക്കറ്റിൽ നിന്ന സമയത്ത് ഷാമിൽ മോൻ ചികിത്സാ സഹായ കമ്മിറ്റിക്കും വേണ്ടി വന്ന കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നമ്മുടെ അധ്യാപകനായ ആദിൽ സാർ ഉണ്ടായിരുന്നു. വളരെ സന്തോഷകരമായി. അത് മാത്രമല്ല, ഈ കലാലയത്തിൽ നമ്മുടെ അധ്യാപകനായിരുന്ന നമ്മുടെ എല്ലാമായ മൗമാരി മാഷാണ് ഈ ഷാമിൽ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ കൺവീനർ.
ഓരോ ദിവസവും ഓരോ മിനിറ്റും വിട്ടുവീഴ്ചയില്ലാതെ ഷമീർ കുന്നമംഗലത്തെ ഒരുപോലെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകുന്നതിൽ മുന്നണി പോരാളിയായി നിൽക്കുന്ന മുഹമ്മദ് അലി മാഷ് ഈ കലാലയത്തിൽ നിന്നാണ്. അതുപോലെ ഷാമിൽ മോൻ ചികിത്സാ സഹായ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് കൂടിയാലോചിച്ചപ്പോ നമുക്കൊരു ബിരിയാണി ചലഞ്ച് വെച്ചാൽ എങ്ങനെ എന്ന് ആലോചന നടന്നപ്പോ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് കടന്നു വന്നത് ഈ കലാലയത്തിലെ റഹീസ് മാഷാണ്. അതുപോലെ തന്നെ കൊച്ചിക്കാട്ടൂരും തൊട്ടടുത്ത സ്ഥലങ്ങളിലൊക്കെ ബക്കറ്റ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത് ഈ കലാലയത്തിലെ അധ്യാപകരാണ്. വീരാൻകുട്ടി മാഷ് അടക്കമുള്ള ശ്രീജിത്ത് മാഷ് അടക്കമുള്ള ആളുകൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ തന്റെ ബന്ധത്തിലും തനിക്ക് പരിചയമുള്ള ആളുകൾക്കിടയിലേക്കും ഈ മെസ്സേജ് പാസ് ചെയ്തുകൊണ്ട് പരമാവധി ഫണ്ട് ഷാമിൽ മോനെ ചികിത്സാ സഹായ കമ്മിറ്റിയെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന് പ്രയത്നിച്ച ഫാത്തിമ ടീച്ചർ ഈ കലാലയത്തിലാണ്. ഈ കമ്മിറ്റിയിലെ 99% ആളുകളും ഈ കലാലയത്തിൽ നിന്ന് പഠിച്ചു വളർന്നു പോയി വിവിധ പ്രദേശങ്ങളിൽ പോയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു നാടിന്റെ മാതൃകാപരമായിട്ടുള്ള കാര്യത്തിലും ഈ കലാലയം ലോകത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയായി മാറുന്നത് ആ കലാലയത്തിലെ അക്ഷരങ്ങൾ മാത്രമല്ല, ആ കലാലയത്തിലെ സംസ്കാരമാണ്, ആ കലാലയത്തിലെ വിദ്യാഭ്യാസമാണ്, ആ കലാലയത്തിലെ മനുഷ്യത്വമാണ്, ആ കലാലയത്തിലെ സ്മരണയാണ്. ആ കലാലയത്തിൽ വളർന്ന നമ്മളെല്ലാവരും, നിങ്ങളും ഞാനും അടക്കമുള്ള എല്ലാവരും ആ കലാലയത്തിന്റെ സന്തതികളാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. പ്രിയമുള്ളവരെ, തീർച്ചയായും നമ്മൾ ഈ 3 കോടി എന്ന വലിയൊരു ലക്ഷ്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള ആളുകളാണ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റുക തന്നെ ചെയ്യുമെന്നതിൽ ഒരു തർക്കവുമില്ല. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ, പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കലാലയത്തിലെ ഈ ഫണ്ട് സമാഹരണവുമായി സഹകരിച്ച അധ്യാപകർക്കും നാട്ടുകാർക്കും മാനേജ്മെന്റ് കമ്മിറ്റിക്കും PTA കമ്മിറ്റിക്കും എല്ലാവർക്കും ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ള ഈ സദസ്സിന്റെ അധ്യക്ഷൻ, അതുപോലെ തന്നെ ഈ നമ്മുടെ എല്ലാമായ അവരുടെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാമായ ഷാമിൽ, അതുപോലെ തന്നെ ഷാമിലിന്റെ ഉമ്മ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കറിയാം ഇന്ന് വളരെ അഭിമാനത്തോടു കൂടിയാണ് നിങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത്. നിങ്ങളെപ്പോലെ ഈ സ്കൂളിലേക്ക് കടന്നു വന്ന ഷാമിൽ മോനെ, ആ ഷാമിൽ മോൻ ഒരു അസുഖമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ അധ്യാപകർ താഴെ തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് അവരുടെ പരമാവധി സഹായങ്ങൾ എത്തിച്ചുകൊണ്ട് മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേറെ വലിയ സഹായ സഹകരണവുമായാണ് നാം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് നിങ്ങൾക്ക് വളരെ അഭിമാനത്തോടു കൂടി നിൽക്കാൻ കഴിയുന്നത്. ഈ അഭിമാനത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് തുടർന്നും മുന്നോട്ട് പോകാൻ കഴിയണം. വരുന്ന ആളുകളിൽ നിങ്ങൾ ഇവിടെ നിന്ന് പോയി മറ്റു സ്ഥാപനത്തിൽ പോകുമ്പോൾ നിങ്ങളുടെ അധ്യാപകർ കാണിച്ച ആ മാതൃക, ആ അധ്യാപകരുടെ ആ ഗുരുനാഥന്മാരുടെ ശിഷ്യന്മാരാണ് ഞങ്ങൾ എന്ന് കാണിക്കുവാനും നിങ്ങൾക്ക് മറ്റു സ്ഥാപനത്തിൽ പോകുമ്പോൾ കഴിയണം. അവിടെയും നിങ്ങൾ ഇത്തരത്തിലുള്ള കാരുണ്യ പ്രവർത്തനത്തിലും അച്ചടക്കത്തിലും പഠനത്തിലുമൊക്കെ കാണിച്ചുകൊണ്ട് അവിടെയുള്ളവർ ചോദിക്കണം, ഈ കുട്ടികൾ എവിടെ നിന്ന് വരുന്നവരാണെന്ന് ചോദിക്കുമ്പോൾ മുണ്ടക്കുളം CHM UP സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്ന് നിങ്ങൾക്ക് അവിടെ തൈവരത്തിൽ നിന്നുകൊണ്ട് പറയുവാൻ കഴിയണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഷാമിൽ മോന് പ്രശ്നം വന്നപ്പോൾ ഷാമിൽ മോനോടും ഷാമിൽ മോന്റെ ഉമ്മയോടും ഈ നാടൊന്നടങ്ങാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുമുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, നമ്മുടെ എല്ലാവരുടെയും സഹായവും പ്രാർത്ഥനയും കൊണ്ട്, ദൈവത്തിന്റെ സഹായവും കൊണ്ട് നമ്മളെപ്പോലെ ഈ നാട്ടിലും നമ്മളൊപ്പം കളിച്ചും ചിരിച്ചും പഠിച്ചും നടക്കുവാൻ അവരെ കഴിയണം. അതിന് നമ്മൾ എത്തിക്കണം, അതിന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആർക്കൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
വിശിഷ്ട വ്യക്തികളെ സെമീർക്കം ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികളെ ഈ ഒരു പ്രസംഗത്തിന്റെ സമയമല്ല, വളരെയധികം സന്തോഷമുള്ള ഒരു സമയമാണ്. ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഹെഡ് മാസ്റ്റർ സലാം മാസ്റ്റർ നേതൃത്വത്തില് ഇതൊരു ആശയം സ്റ്റാഫ് റൂമിൽ വെച്ചപ്പോൾ ഞങ്ങളെല്ലാ അധ്യാപകരും പ്രത്യേകിച്ച് അധ്യാപികമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലുത്. ഞങ്ങൾ ആ ഫസ്റ്റ് ദിവസം പോയപ്പോൾ ഞങ്ങൾക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് ചെറിയൊരു ഒരു പ്രയാസം അല്ല, ഒരു എന്താ ചെയ്യാന്നുള്ളൊരു ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ബസ്സുകളിൽ കയറാനും ഇറങ്ങാനൊക്കെ അധ്യാപകർ വളരെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയത് വലിയ ഒരു ചരിത്ര സംഭവമാണ്. കാരണം അതൊരു പുതിയ എക്സ്പീരിയൻസാണ് ഞങ്ങൾ കാണുന്നത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചെന്താണ് പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതൊരു നമുക്ക് ഏത് പ്രതിസന്ധിയെയും വന്നു കഴിഞ്ഞാലും നേരിടാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇവിടെ ഒന്നും പറയുന്നില്ല. ഈ പരിപാടി സഹകരിച്ച എല്ലാവരോടും നന്ദി കടപ്പാടും അറിയിക്കാണ്. എല്ലാവിധ ആശംസ അർപ്പിക്കുന്നു. ജയ് ഹിന്ദ്. എല്ലാവരും വരാൻ പറ്റും. കുട്ടികളൊപ്പം മുന്നോട്ടുള്ള മക്കളെല്ലാവരും ആഘോഷപ്പെടുക. ഷാമിൽ മോൻ എന്തോ പറയാനുണ്ട്, കേൾക്കണ്ടേ? അപ്പൊ അവിടെ നിൽക്കുകയാണ്. ഈ സൈഡിൽ നോക്കുക. ഞാൻ ഇവിടെ ഒരാളുടെ പേര് ഞാൻ പറയാൻ പോകട്ടോ. അപ്പൊ നിങ്ങൾ കയ്യിലിപ്പോൾ നോക്കട്ടെ കേട്ടോ. ഇന്ന് ഡിസംബർ എത്രയാ? 2022 ഡിസംബർ 18-ാം തീയതി എന്ത് സംഭവിച്ചു? ഒരു രാജ്യത്ത് ഒരു കുഞ്ഞു പിറന്നു വീഴുന്നു. ഡോക്ടർമാരൊക്കെ വിധി എഴുതി അദ്ദേഹത്തിന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ അദ്ദേഹത്തിന് നടക്കാനൊന്നും കഴിയില്ല. പക്ഷെ പിന്നീട് കാലക്രമേണ സഞ്ചരിച്ചു. അദ്ദേഹത്തിന് ഒരുപാട് ചികിത്സ കിട്ടി. അദ്ദേഹം ഇങ്ങനെ വളർന്നു വന്നു. ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി. കോപ്പ അമേരിക്കയിൽ കളിച്ചു, വേൾഡ് കപ്പിൽ കളിച്ചു. ലോകത്തെ ഏറ്റവും മികച്ച പ്ലെയറായി ലയണൽ മെസ്സി 2022 വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായി. ഇന്നലെ ആ ദിവസമായിരുന്നു. ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ റെഡിയല്ലേ? ഷാമിൽ മോനെ മൈക്ക് കൊടുത്തോട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നിങ്ങളെല്ലാവരും സഹായത്തിലും എനിക്കിപ്പോ ഫസ്റ്റ് ഡോസ് മരുന്ന് കിട്ടി. അത് കുടിച്ചപ്പോ എനിക്ക് നല്ല മാറ്റം തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എനിക്ക് വേണ്ടി എല്ലാ സ്ഥലത്തിലും എല്ലാ ബസ്സിലും റോഡിലൊക്കെ മഴയത്തും വെയിലത്തും ഇറങ്ങി എനിക്ക് വേണ്ടി പിരിവുണ്ട്. അവർക്ക് ഹൃദയം നല്ല നന്ദിയുണ്ട്. അതേപോലെ തന്നെ എനിക്ക് എല്ലാ ഡോസും കിട്ടണം. എന്നാലും എനിക്ക് ശരിക്കും നടക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ടി എല്ലാവരും സഹായിക്കും വേണം, പ്രാർത്ഥിക്കും വേണം. ഓക്കെ, അപ്പൊ ഷാമിൽ മോൻ നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. എനിക്കൊരു ഇവിടുത്തെ അധ്യാപകരെ പറ്റിയൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടെ പഠിക്കുന്ന അധ്യാപകർക്ക് എന്താണെന്നറിയില്ല, എത്ര കാലം കഴിഞ്ഞാലും പ്രായമാവുന്നില്ല കേട്ടോ. വീരമുഖ മാഷ് നോക്ക്, സത്യമായിട്ട് അതേപോലെ മുഹമ്മദ് അലി മാഷ്. ശരി, ഞങ്ങളൊക്കെ പഠിപ്പിച്ച മാഷുകളായിരുന്നു. സലാമാഷ് കണ്ടില്ലേ എന്താ ലുക്കില്ല. ഇപ്പോഴേതോ ഒരു ഹിന്ദി സിനിമയിൽ നായകനെ പോലെ ഉണ്ട്. ഷാഹുൽ, മുജീബ, നവാസ്, അസ്ലം ഒക്കെ കൊടുത്തല്ലേ? നമ്മളിവിടെ കൊടുത്തല്ലേ? ബാബുട്ടൊക്കെ ഇവരൊക്കെ അല്ലേ? ഗൗഫിലൊക്കെ ഇവിടെ പഠിച്ചത്. ഞാൻ ചിലപ്പോ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. അന്നൊക്കെ അത്രയും ലുക്ക് എടുക്കുന്നത് വിനോദി മാഷ്. ഓക്കെ, ഇപ്പൊ ഇവിടെ കുറച്ച് നേരത്തെ ആദ്യ മാഷ് റൈസിനൊക്കെ പരിചയപ്പെട്ടു. പുതിയ ടീമുകൾ എന്നാലും നല്ലൊരു അധ്യാപകരുടെ ഒരു ടീം തന്നെയാണ്. അതിന്റെ ഒരു ഫലമാണ് ഇവിടെ നേരത്തെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഒരു ഫണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മളോട് നേരത്തെ സംസാരിച്ചു.
പ്രിയപ്പെട്ട വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചൊക്കെയുണ്ട്. ഞാൻ നേരത്തെ ഒരാളെ വിട്ടുപോയിട്ടോ, അധ്യാപകരെ മാത്രം പറ്റി പറയുമ്പോൾ ചിലപ്പോൾ സങ്കടമാണ്. ഈ സ്കൂളിൽ സൗകര്യം ഒട്ടും കുറയാത്ത ഒരുപാട് ടീച്ചർമാരുണ്ട്, ഫാത്തിമ ടീച്ചർ അടക്കം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ടീച്ചർമാരുണ്ട് അല്ലേ? അപ്പൊ അവരൊക്കെ തന്നെയാണ് നമ്മുടെ ഈ സ്കൂളിൽ ഒരു മുതൽക്കൂട്ട് എന്നാണ് നമ്മൾക്ക് അഭിമാനത്തോടുകൂടി പറയാനുള്ളത്. നമ്മളെല്ലാവരും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലത്തിനെ ഇവിടെ ആദരിക്കുകയാണ്, ഹാരാർപ്പണം നൽകുകയാണ്. നമ്മുടെ CHMK UP സ്കൂൾ മാനേജർ മിസ്റ്റർ മുഹമ്മദ് അദ്ദേഹം ഇതാ ഹാരമണിയിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുകയാണ്. വലിയ കയ്യടികളോടുകൂടെ, ആർപ്പുവിളികളോടുകൂടെ, എല്ലാവിധ തിരക്കുകളും മാറ്റിവെച്ച് നമുക്കറിയാം ഷാമിൽ മോൻ ചികിത്സയ്ക്ക് വേണ്ടി ദിവസങ്ങളോളം നമുക്കൊപ്പം സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം എല്ലാവർക്കും വേണ്ടി തിരിച്ചു കൊടുക്കും. അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ഈ ഒരു ആദരവ് പ്രിയപ്പെട്ട സലാം മാഷും ഇവിടെ വേദിയിലുള്ള ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ വേണ്ടി അത് തിരിച്ചു കൊടുക്കുകയാണ്. വീണ്ടും കൊടുക്കാം നമുക്ക് കയ്യടി. താങ്ക് യു. ഈ വലിയ സാന്നിധ്യത്തിനും സന്തോഷത്തിനൊക്കെ നമ്മൾ ഇവിടെ കടപ്പാട് അറിയിക്കുകയാണ്. ഇനി കുറച്ച് അവാർഡുകൾ കൊടുക്കാനുണ്ട് അല്ലേ? ഹലോ, ഇത് പൊട്ടിച്ചോട്ടെ. ശ്രീഷ്ണ രമേശ് RD അല്ലേ? RD ക്ലാസ് അല്ലേ? RD ഇവിടെ ഉണ്ടോ? കുട്ടി ഇവിടെ ഉണ്ടോ? ആ കുട്ടിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആ കുട്ടിയുടെ ചില്ലറ നാണയം തൊട്ടുകൾ ഇതാ വലിയൊരു എമൗണ്ട് ഇതിലുണ്ട്. കൊടുത്തു കയ്യടി. ഇത് നമ്മുടെ പ്രിയപ്പെട്ട ഷമീർ കുന്നമംഗലം, അതുപോലെ നമ്മുടെ സംഘാടകരെ ഏൽപ്പിക്കുകയാണ്. എല്ലാവരും ഫ്രണ്ടിലേക്ക്. ഇതൊരു വലിയ മാതൃകയാണ്. വീണ്ടും നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്നു CHMK UP സ്കൂൾ. എന്താ ഇനി ഇതുവരെ നടന്നതിൽ വെച്ചുള്ള ഏറ്റവും വലിയ ഫണ്ട് തന്നെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. 4,14,141 രൂപ ഈ വേദിപ്പിച്ച് അതിന്റെ സംഘാടകർക്ക് കൈമാറുകയാണ്. പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്റർ സലാമാഷ് അദ്ദേഹത്തിന്റെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇതേ 4,14,141 രൂപ എന്ന ഇതുവരെയുള്ള ഏറ്റവും വലിയ ഫണ്ട് കളക്ഷൻ ഇതാ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സംഘാടകർ, നമ്മുടെ ഷാമിൽ മോൻ ചികിത്സ ജനകീയ കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ സ്കൂൾ ഹെഡ് മാസ്റ്റർ സലാം മാസ്റ്റർ ആ ഒരു ഫണ്ട് ഇവിടെ നമ്മുടെ മാനേജർ, ഒപ്പം തന്നെ നമ്മുടെ വൈസ് മാഷുണ്ട്. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ നമ്മുടെ PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ആ ഫണ്ട് ഇവിടെ കൈമാറി കഴിഞ്ഞു. വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുന്നു. ഇനി എന്താടാ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ പരിപാടിയിൽ പോയ സമയത്ത് നമ്മുടെ സഹകരിച്ച സ്കൗട്ടിന്റെ കുട്ടികളും അതുപോലെ ഗാനമാലപിച്ച കുട്ടികളുണ്ട്. പേര് വിളിക്കുന്നവർക്ക് അവര് മുന്നോട്ട് വരുന്നതാണ്. ആദ്യമായി വിളിക്കുന്ന സ്കൗട്ട് ടീമിലെ ശ്രാവൺ ട്രോഫി നൽകുന്നതിന് വേണ്ടി ഷമീർ കുന്നമംഗലത്തിനെ ക്ഷണിക്കുന്നു. നൽകുന്നു സലാം മാഷ്. റബിയ KP നൽകുന്നു നമ്മുടെ സ്കൂളിലെ മാനേജർ മുഹമ്മദ് കുട്ടി സാർ. സുൽത്താൻ RE ക്ലാസ് നൽകുന്നു വീരാൻകുട്ടി മാഷ്. സ്വാദിക് സൂര്യ അവര് സ്വാദിക് സൂര്യക്ക് നൽകുന്നു വീണ്ടും ഷമീർ കുന്നമംഗലം. ആര്യദേവ് AD ക്ലാസ് അത് മൊമെന്റ് നൽകുന്നു നമ്മുടെ ഈ പരിപാടിയുടെ സംഘാടകനായിട്ടുണ്ടായിരുന്ന റയീസ് മാഷ്. അർജുൻ AC മൊമെന്റ് നൽകുന്നത് PTA പ്രസിഡന്റായ ഷിഹാബ് കുഴിക്കാണ്. അർജുൻ
ഇനി അലൈ കൃഷ്ണ 5D ക്ലാസ് അലൈ കൃഷ്ണക്ക് മെമ്മന്റോ നൽകുന്നു നമ്മുടെ സ്കൂളിലെ മുൻ അധ്യാപകനായ മുഹമ്മദ് അലി സാർ. മുഹമ്മദ് അലിഷാന് അടുത്തതായി മുഹമ്മദ് റിഷാന് മെമ്മന്റോ നൽകുന്നു അബൂബക്കർ സാഹിബ് ഇതുവരെ. പിന്നീട് കൃഷ്ണ അടുത്തതായി കൃഷ്ണക്ക് മെമ്മന്റോ നൽകുന്നു മുജീബ് വന്നിക്കാരൻ. ലിസ ഫാത്തിമക്ക് മെമ്മന്റോ നൽകുന്നു ഹരീന്ദ്ര ബാബു സാർ. ആയിഷ യുമ്നക്ക് മെമ്മന്റോ നൽകുന്നു ഹരീന്ദ്ര ബാബു. മുന്ന ഫിൽസ കുട്ടികൾ വരാത്തത് കൊണ്ട് 5ാം ക്ലാസ് കഴിയുമ്പോൾ പരീക്ഷ കഴിഞ്ഞു പോയി ഉച്ചയ്ക്ക്. അപ്പൊ നമുക്ക് ഇതിന് കുറെ ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവര് ക്ഷമ ചോദിക്കണം, എല്ലാവർക്കും കൊടുക്കാനുള്ള അവസരം വന്നിട്ടില്ല. ഇനി അടുത്തതായി നന്ദി സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീജിത്ത് മാഷിനെ ക്ഷണിക്കുന്നു. വിദ്യാലയത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധമായ ഒരു പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വളരെ സമയം വളരെ വൈകിയിരിക്കുന്നു. ഏതാനും വാക്കുകൾ മാത്രം. വിദ്യാലയത്തിന്റെ സ്റ്റാഫ് മീറ്റിംഗ് കൂടിയ സന്ദർഭത്തിൽ ഹെഡ്മാസ്റ്റർ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചപ്പോ എല്ലാ അധ്യാപകരും അതിനോട് വളരെ നല്ല നിലയിൽ പ്രതികരിക്കുകയും അതിന്റെ ചുമതല സധൈര്യം ഏറ്റെടുത്ത ആളുകളായിരുന്നു ആദിൽ മാഷ്, അതേപോലെ റഹീസ് മാഷ്, അതേപോലെ റാഷിദ് മാഷ്. ഈ 3 അധ്യാപകരെയാണ് ഈ പരിപാടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചുമതല ഏൽപ്പിച്ചിരുന്നത്. അത് മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ അധ്യാപകരും അതേപോലെ എല്ലാ സമയവും ഇതിനോടൊപ്പം ഒന്നു ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ട ഹെഡ്മാസ്റ്റർ സലാം മാസ്റ്ററുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള അശ്രാന്ത പരിശ്രമ ഫലമായിട്ടാണ് ഈ വലിയ ഒരു തുക ഈ ഷാമിൽ സഹായ നിധിയിലേക്ക് നൽകുവാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുള്ളത്. അതുപോലെ മുഴുവൻ അധ്യാപകർക്കും സ്റ്റാഫ് കൗൺസിലിന്റെ പ്രത്യേക നന്ദിയും അഭിനന്ദനങ്ങളും ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. അത് മാത്രമല്ല, വളരെ പ്രയാസത്തിൽപ്പെട്ട് ഈ നാട്ടിൽ ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് ഇത്രയധികം രൂപ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമായിരുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ദൈവദൂതനെ പോലെ അവതരിച്ച ജീവകാരുണ്യ പ്രവർത്തകൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലം, അദ്ദേഹമാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതും നമ്മൾ സംഘടിപ്പിച്ച തുക ഏറ്റുവാങ്ങിയതും. അദ്ദേഹത്തിന് വിദ്യാലയത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഈ ഷാമിൽ മോൻ സഹായ നിധിയുടെ കൺവീനറായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട മുഹമ്മദ് മാസ്റ്റർക്കുള്ള വിദ്യാലയത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, നമുക്ക് എപ്പോഴും താങ്ങും തണലുമായി നമ്മോടൊപ്പം ഹൃദയം ചേർന്ന് നിൽക്കുന്ന നമ്മുടെ ബഹുമാന്യ PTA പ്രസിഡന്റ് ശിഹാബ് കുഞ്ഞളം, അതുപോലെ ഉണ്ണി മൈദീൻകുട്ടി സാഹിബ്, ഹരീന്ദ്ര ബാബു, മുജീബ് പള്ളിക്കാടൻ, അസ്ലം ഷേർഖാൻ, ഷാഹുൽ അമീദ്, മീരാകുട്ടി മാസ്റ്റർ, അതുപോലെ റഹ്മാൻ മുതുവല്ലൂർ,
നമ്മുടെ വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ മുഹമ്മദ് കുട്ടി, അതുപോലെ വാർഡ് മെമ്പർ മുജീബ് റഹ്മാൻ, അതുപോലെ മുഴുവൻ ആളുകൾക്കും വിദ്യാലയത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതോടൊപ്പം ഈ മഹത്തായ കർമ്മം അത്യധ്വാനം ചെയ്ത് വിജയിപ്പിച്ച, അതിന് നേതൃത്വം നൽകിയിട്ടുള്ള നമ്മുടെ വിദ്യാലയത്തിന്റെ തേരാളി സലാം മാസ്റ്ററോട് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും, അതേപോലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട എല്ലാ നാട്ടുകാർക്കും വിദ്യാലയത്തിന്റെ പേരിലുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഉള്ള കുട്ടികൾ എല്ലാവരും ഒന്ന് കാര്യം ചെയ്യുക. നമ്മൾ ഈ ചെക്ക് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എല്ലാവരും വേണം. ഒന്നടുത്ത് നിന്നാൽ മതി. 2 മിനിറ്റ് മാത്രം. ഒന്നടുത്ത് 2 മിനിറ്റ്. ഹലോ 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 എന്നത്തേക്ക് പോയത്? കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി. ഈ ഗ്രൂപ്പ് ഫോട്ടോ ആണ്, നിങ്ങൾക്ക് മുന്നിൽ വെച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ. പിന്നെ അവിടെ പോയി ബാക്കിലെ കുട്ടികൾ കുറച്ചുകൂടെ അടുത്തുന്നോ? വാ, എല്ലാവരും മുന്നോട്ട് വാ. ശരിക്കും ഇത് മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ വലിയ മാതൃകയല്ലേ? ടീച്ചറെ കൊണ്ടുവന്നോ? ടീച്ചറെ കൂടെ നിൽക്കണേ. ഹലോ, വീഡിയോ എടുക്കാറോ? ഫോട്ടോയിൽ എടുത്തോട്ടെ. ഷാഫി, ലൈറ്റ് കുറച്ച് ഓഡിയൻസിന്റെ അടുത്തിരിക്കുക. ഒരു മിനിറ്റ്. ലൈറ്റ് സ്റ്റാൻഡ് ഒന്ന് കുറച്ച് കിട്ടിയില്ല. അനിസ്ക, ആ ലൈറ്റ് ഒന്ന് റെഡി ആയിക്കോട്ടെ, ഒന്ന് വൃത്തിയാവും. Ready, 1, 2, 3